ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ അരിപ്പൊടി കൊണ്ട് ചെയ്യുന്ന നെയ്യപ്പത്തിൻ്റെ അതേ പെർഫെക്ഷനും എന്നാൽ അതിനേക്കാളും ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്ന ഒരു നെയ്യപ്പ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലോ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു നെയ്യപ്പം റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് ഒരു 1.5-2 മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്, നന്നായി കുതിർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഈ നുറുക്ക് ഗോതമ്പ് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം എന്ന് പറയുമ്പോൾ ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ, കാരണം നമുക്ക് ടൈറ്റ് ആയിട്ടാണ് ഈ ഒരു ഗോതമ്പ് അടിച്ചെടുക്കാനുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ടു 1/2 കപ്പിൻ്റെ അടുത്തായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണേ. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിൽ ഞാൻ നന്നായിട്ട് നല്ല ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അരിച്ചിട്ടൊന്നും ഒഴിക്കണ്ട കേട്ടോ, ഡയറക്റ്റ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം തന്നെ. അഥവാ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലതുപോലെ ബാറ്റർ ലൂസായി പോയിന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ. കുറച്ചുകൂടി അധികമായിട്ട് അരിപ്പൊടിയും റവയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പം നന്നായിട്ട് അതിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെയ്യപ്പത്തിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 അച്ച് ശർക്കര ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ മെൽറ്റ് ചെയ്ത് ഉടനെ തന്നെ അരിച്ചെടുത്തിട്ട്, അഥവാ വേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ, ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ട് നല്ല ചൂടോട് കൂടി തന്നെ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാതെ ആദ്യം കുറച്ച് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അല്പമായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം മുഴുവൻ ശർക്കര ഒഴിച്ചു കൊടുത്ത് ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂടോട് കൂടി തന്നെ മെൽറ്റ് ചെയ്ത ശർക്കര ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ 1/4 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഉപ്പ് മാത്രം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുക. എള്ള് നിർബന്ധമില്ല, നെയ്യപ്പത്തിൽ പൊതുവെ കാണുമല്ലോ കറുപ്പ്, അവിടെ ഇവിടെയൊക്കെ കറുത്ത എള്ള് കാണാം. അപ്പോൾ അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചേർത്ത് കൊടുത്താൽ കാണാനും ആ ഒരു സെയിം പെർഫെക്ഷനും കിട്ടും, നല്ല ടേസ്റ്റുമാണ് ഇടയ്ക്കൊന്ന് കടിക്കുന്ന സമയത്ത്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി നമുക്കിതെങ്ങനെ ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ നെയ്യപ്പം ചുട്ടെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എപ്പോഴും നെയ്യപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ അത് എടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരുമ്പിൻ്റെ ഇല്ലാതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയൊക്കെ ഇല്ല, ഒരു നടുവേ കുഴിയായിട്ട് വരുന്ന ആ ഒരു സൈസുള്ള പാത്രം വെച്ചിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും നെയ്യപ്പം ചുടുമ്പോൾ നടുവേ കുറച്ച് കുഴി വരുന്ന ടൈപ്പുള്ള പാത്രം വേണം വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. എന്ത് നോൺ സ്റ്റിക്ക് ആയാലും ഇരുമ്പിൻ്റെ ആയാലും എങ്ങനെയായാലും നടുവേ കുറച്ച് കുഴി ഉണ്ടായിരിക്കണം, എങ്കിലേ നമുക്ക് ആ ഒരു നല്ലൊരു പെർഫെക്ഷനിൽ കിട്ടുള്ളൂ. അപ്പോൾ എന്നിട്ടിപ്പോൾ അത്യാവശ്യം പാന് നന്നായിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഓരോ തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, ബാറ്റർ. അപ്പോൾ നമ്മൾ നെയ്യപ്പം ചുട്ടെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് മാവ് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ഒരു സ്പൂണോ അല്ലെങ്കിൽ നമ്മൾ അരിപ്പക്കോരിയൊക്കെ ഇല്ലേ, നമ്മൾ നെയ്യപ്പൊക്കെ ചുട്ടെടുക്കാൻ ഉപയോഗിക്കുന്നത്, അതൊക്കെ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു അരിപ്പക്കോരിയൊക്കെ വെച്ചിട്ട് നെയ്യൊന്ന് ഇതുപോലെ മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഒന്ന് തെറിപ്പിച്ച് കൊടുക്കുക. ആ ഒരു സമയത്ത് നമ്മൾ നെയ്യപ്പം നന്നായിട്ട് പൊങ്ങി വരും. മുകൾ ഭാഗം കണ്ടില്ലേ, നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നുണ്ടാവും, നന്നായിട്ട് പൊങ്ങി വരുന്നതാണെന്നില്ലേ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. പൊങ്ങി വന്നതിന് ശേഷം ഉടനെ തന്നെ ഫ്ലെയിം ലോ ആക്കി വെച്ച് കൊടുക്കുക, നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക, കാരണം ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ ഇങ്ങനെ പൊങ്ങി വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ചതിന് ശേഷം നന്നായിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട്, നെയ്യപ്പത്തിൻ്റെ കളർ എല്ലാവർക്കും അറിയാമല്ലോ, നല്ല ബ്രൗൺ കളറായി കിട്ടണം. അതുവരെ ഒന്ന് നന്നായിട്ട് കളറൊക്കെ മാറി വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും, നുറുക്ക് ഗോതമ്പായതുകൊണ്ട് തന്നെ.
ഇപ്പം ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടും കണ്ടില്ല, നെയ്യപ്പം നന്നായിട്ട് വെന്തിട്ടും നല്ലപോലെ കളറൊക്കെ മാറി വന്നിട്ട് നല്ല രീതിയിൽ തന്നെ നല്ല പെർഫെക്ഷനോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് കോരിയെടുക്കാം. നിങ്ങൾക്ക് സൈഡൊക്കെ കാണുമ്പോൾ മനസ്സിലാവും, കണ്ടില്ല നല്ല മൊരിഞ്ഞിരിക്കുന്നുണ്ട്, പുറം ഭാഗം നല്ല ക്രിസ്പി, ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് മാവ് ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ എണ്ണയിൽ നിന്ന് നെയ്യപ്പം റെഡിയായതിനു ശേഷം കോരി എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് കോരി എടുക്കുക കേട്ടോ. എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എണ്ണയൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടല്ലേ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം റെഡിയായി നമ്മൾ കോരി എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക, എന്നിട്ട് ഉടനെ തന്നെ കോരി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള മുഴുവൻ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നെയ്യപ്പം ഇതുപോലെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഞാൻ കണ്ടില്ല, തൊടുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ഉള്ളൊക്കെ സോഫ്റ്റ് ആയിരിക്കുന്നതെന്ന്. സൈഡൊക്കെ കണ്ടില്ല, നന്നായിട്ട് മൊഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു അരിപ്പൊടി വെച്ച് ചെയ്യുന്ന നെയ്യപ്പത്തിൻ്റെ സെയിം പെർഫെക്ഷനും കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിന് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഉള്ളൊക്കെ ആ ഒരു സെയിം പെർഫെക്ഷൻ തന്നെ. അതും ടേസ്റ്റിൻ്റെ കാര്യമാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. നമ്മുടെ സാധാ നെയ്യപ്പത്തിനെക്കാളും ഒരുപാട് ടേസ്റ്റിൽ മുന്നിൽ നിൽക്കുന്ന ഒരു നെയ്യപ്പം തന്നെയാണ് കേട്ടോ ഈ ഒരു നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ നിസ്സാരമായിട്ട് കാണേണ്ട നുറുക്ക് ഗോതമ്പ് അല്ലേ എന്നുള്ളത് ഒരിക്കലും അങ്ങ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്ക് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്